ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്ത്രീക്ക് വർഷ ഫോൺ ചെയ്യുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പുതിയ ഡിഷ് വേണം എന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്ത്രീക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചത് വർഷ തന്നെയാണ്. അങ്ങനെ ശ്രീനെയും വർഷനെയും കാണിച്ചുകൊണ്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്നലത്തെ. അതിനുശേഷം ശ്രീനോട് അത് പൊട്ടിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ വർഷ കൊടുത്തയച്ച ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോൾ അതൊരു കപ്പായിരുന്നു. കപ്പുമ്മലാണെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും നല്ല ഷെഫിന്. എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അതെനിക്ക് ഞാൻ ഇത്രയ്ക്കും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം തരണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നതാണെന്ന് പറയുന്നുണ്ട്. ശരി, ഞാനിത് സൂക്ഷിച്ചു വെക്കാം, എൻ്റെ ജീവിതത്തിലും ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ്, എന്തായാലും എനിക്കൊരു ആരാധിക ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ച് രണ്ടുപേരും കൂടെ കുറെ നേരം സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചന്ദ്രനോട് രേവതിയെ പോലെ പെരുമാറിയാൽ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടാവും, രേവതിനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള, അതുകൊണ്ട് തന്നെ കാശ് കിട്ടണമെങ്കിൽ നീ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര രാവിലെ എഴുന്നേറ്റ് ചൂലൊക്കെ എടുത്ത് മുറ്റടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി വരുന്നുണ്ട്. രവി വരുമ്പോ രവി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, വല്ല കമ്മലിന്റെ ശങ്കീരിയോ മൂക്കുത്തി അങ്ങനെ എന്തെങ്കിലും പോയോ, എന്താ എനിക്ക് ചൂലെടുത്ത് മുറ്റടിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ല, ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് രവി തന്റെ അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിലും അത്ഭുതമാവുന്നുണ്ട്. ആ സമയത്ത് രേവതിരേന്ന് ചൂല് പേടിച്ച് നമ്മുടെ ചന്ദ്ര മുറ്റൊക്കെ അടിക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം തെളിക്കാൻ പോകുമ്പോ പാറുമ്പോ വന്ന് പറയും, വെള്ളോ, മുറ്റടിച്ച വെള്ളം തെളിക്കലേ, മുറ്റടിച്ച ഇവിടെ വെള്ളമല്ല തെളിക്കുക, ചാണം വെള്ളം കലക്കി തെളിക്കണം. ചാണകം വെള്ളം അതൊന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് അറപ്പാണെന്ന് പറഞ്ഞു. വേണ്ടമ്മേ, അമ്മ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാന്ന് പറയുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ കണ്ണോണ്ടും കൈകൊണ്ടും കാണിക്കുന്നുണ്ട്, പൈസ വേണ്ടേ, അമ്മ കാണണമെന്നുണ്ടെങ്കിൽ നീ ഇതൊക്കെ ചെയ്യണം എന്നങ്ങനെ കണ്ണോണ്ട് കാണിച്ചപ്പോ, വേണ്ട വേണ്ട നീ ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ നിന്ന് ബക്കറ്റൊക്കെ മേടിച്ച് നമ്മുടെ പാറുമ്മ കുറച്ച് ചാണകം കൊണ്ടുകൊടുക്കും. ചാണം കാണുമ്പോഴത്തേനും ചന്ദ്ര ഛർദ്ദിക്കുന്നുണ്ട്. പക്ഷെ നിവർത്തിയില്ലാണ്ട് ചന്ദ്ര അതൊക്കെ കലക്കി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കലക്കുന്നൊക്കെ ഉണ്ട് മൂക്ക് പൊത്തിയിട്ട് നമ്മളെ മുത്തശ്ശിയും അതുപോലെ തന്നെ രവിയും സച്ചിയും രേവതിയും ഒക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യണമെന്ന് മാത്രം നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നില്ല. ആരോട് ചോദിച്ചിട്ടും മറുപടിയും പറയുന്നില്ല. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് തെളിക്കുന്നൊക്കെ ഉണ്ട് എല്ലാ ഭാഗങ്ങളിലും. പിന്നെ രേവതിനോട് ചോദിക്കുന്നുണ്ട്, അടുത്ത പരിപാടി എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രവീന്ദ്രൻ വീണ്ടും കുറച്ചും കൂടെ ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു, വീട്ടിലെല്ലാ പണികളും നീ എടുക്കണം, 2 ദിവസം ഉള്ളെങ്കിലും നീ ഇപ്പൊ നല്ല അമ്മേരെ നല്ല മരുമോളായി, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോ, അങ്ങനെയൊക്കെ പറഞ്ഞോ, അതെ അങ്ങനെ പറഞ്ഞു, കാശ് നിങ്ങൾ ചോദിച്ചാ പോരെ, ഇതേ ആ ചാണം കലക്കിയന്റെ മണം എന്റെ കൈമന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഛർദ്ദിക്കാൻ വരുന്നൊക്കെ ഉണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക്. അതിനുശേഷം മുത്തശ്ശി നല്ലത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ അരിയിലെ കല്ലൊക്കെ പറക്കായിരുന്നു. നമ്മുടെ ചന്ദ്ര വേഗം ചെന്നിട്ട് കൊണ്ടാകുമ്പോ ഞാൻ ചെയ്യാന്ന് പറയുന്നു. ഇത് എനിക്കറിയാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ, വേണ്ടാമ്മേ, ഞാൻ എന്റെ കൈ കൊണ്ട് എന്റെ അമ്മയ്ക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോൾ, നീ തന്നെയാണോ ചന്ദ്ര ഈ പറയുന്നത്, നിന്റെ വീട്ടിൽ ഞാൻ വന്നു നിന്നിരുന്ന സമയത്ത് ആ ജോലിക്കാരി എന്തെങ്കിലും ഉണ്ടാക്കി തന്നെങ്കിലായി എന്ന് പറഞ്ഞപ്പോ, അതൊക്കെ പോയി, ഇപ്പൊ അമ്മ തന്നെ ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയുന്നു. ആ സമയം രേവതി വന്നിട്ട് പറയും, മുത്തശ്ശി മീൻ മുറിച്ചിട്ടുണ്ട്, പകുതി കറി വെക്കാൻ പകുതി വറക്കാം, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട നീ അവിടെ വെച്ചോ, പിന്നെ നിന്റെ അമ്മായിമ്മേനെ പാചകം എന്ന് പറയുമ്പോൾ സച്ചി ഓടി വന്നിട്ട് പറയുന്നത്, എന്റെ ദൈവമേ, അമ്മയോ അമ്മയോ അമ്മയ്ക്ക് പാചകം ചെയ്യാനൊക്കെ അറിയോ, എന്താടാ ഞാൻ പാചകം ചെയ്തത് നീ ഇത്ര നാളും കഴിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അരി എടുത്ത് ചന്ദ്ര അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ഓർക്കാപ്പുറത്ത് കയറി ചെല്ലുന്നുണ്ട്. ശ്രീനെ കുറിച്ചും അതുപോലെ തന്നെ ശ്രീയുടെ വീട്ടുകാരെ കുറിച്ചും രേവതിയുടെ അമ്മയും അനിയത്തിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീ പെട്ടെന്ന് കയറി ചെല്ലുന്നത്. എന്താ എന്നെ പറ്റിയൊരു ചർച്ച അല്ല, കല്യാണ കത്തൊക്കെ അടിച്ചില്ലേ, കത്ത് കൊണ്ടുവരുമെന്നൊക്കെ ഞങ്ങളെ ക്ഷണിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എന്താ സംശയം, അച്ഛനും അമ്മയും നാട്ടിൽ പോയി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയേക്കണ്, അവര് പോയി വരുമ്പോ എന്തായാലും കത്ത് ഇങ്ങോട്ട് അവർ രണ്ടുപേരുമായിട്ട് ഇങ്ങോട്ട് വന്ന് കത്ത് തന്ന് ക്ഷണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. മോനിരിക്കും, ഞാൻ ചായ തരാന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മ ചായ എടുക്കാൻ പോകുന്നുണ്ട്. വേണ്ട അമ്മേ, അമ്മയ്ക്ക് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം എന്റെ കൈ കൊണ്ട് എന്ന് പറഞ്ഞ്
ശ്രീ അകത്തേക്ക് പോയി ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മുട്ടയൊക്കെ ഓംലേറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി മുട്ട ദോശ എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും കൂടെ നല്ല സന്തോഷത്തോടെ ഇത് കഴിക്കുന്നുണ്ട്. രേവതിയുടെ അമ്മയ്ക്ക് ഇതൊക്കെ വലിയ വിഷമാവുന്നുണ്ടെങ്കിലും സ്ത്രീനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. ചന്ദ്ര, മോനെ നീ എവിടെയും റെസ്റ്റോറൻറ്റിലേക്ക് പോകുകയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അമ്മേ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. എവിടെയെന്ന് ചോദിക്കും. ഞാൻ രേവതി ഏട്ടത്തിന്റെ വീട്ടിൽ. നീ എന്തിനാടാ രാവിലെ തന്നെ അങ്ങോട്ട് പോയത്? ആ ദേവു നിന്നെ വിളിച്ചു വരുത്തിയതാണോ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വക ആൾക്കാരുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് പരിസരം മറന്ന് ചന്ദ്ര അങ്ങനെ തെറിക്കുന്നുണ്ട്. സ്ത്രീക്കാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. കാരണം ഇവരെല്ലാരും ഇത് കേട്ടു എന്നും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സ്ത്രീ വിഷമിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ മുഴുവൻ പോലും കഴിക്കാണ്ട് കൈയൊക്കെ കഴുകി, ഞാൻ പോട്ടെ ആന്റി, പിന്നെ വരാമെന്ന് പറഞ്ഞ് ശ്രീ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കും രേവതിയുടെ അനിയത്തിക്കും, അതായത് ദേവുവിനും വളരെ വിഷമാവുന്നുണ്ട്. കാരണം ചന്ദ്ര പറഞ്ഞത് മുഴുവൻ അവർ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ നമ്മുടെ ശ്രീ അവിടെ മൊബൈൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മേ, ശ്രീ മൊബൈൽ മറന്നു വെച്ച്. ഞാൻ കൊണ്ടുകൊടുക്കാം. വേണ്ട മോളെ, അവൻ ഇങ്ങോട്ട് വരുന്നത് പോണ വഴിക്കല്ലേ അമ്മേ റെസ്റ്റോറൻറ്റ്, ഞാനത് കൊടുത്തിട്ട് പോവാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീയുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോണ വഴിയിൽ മൊബൈൽ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ദേവു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.